ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയാണ്. അങ്ങനെ ശ്രീകാന്ത് കണ്ണാടി നോക്കിയിട്ട് പറയുക, എൻ്റെ മുഖം ഇടിച്ച് പരിപ്പാക്കിയിട്ട് ആ ഫോട്ടോ തന്നെ അവൾക്ക് അയച്ചു കൊടുക്കണം. ഓഹ്, എൻ്റെ ഒരു ഗതികേടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ ഇടി ഇടിച്ചു. ഏതായാലും സ്വന്തമായിട്ട് ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്തിന് വേദനിച്ചു. എൻ്റെ ഈശ്വര, ഇത് വേണ്ട, ഇത് ശരിയാവില്ല, വേറെ എന്തെങ്കിലും ഐഡിയ നോക്കാമെന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തിൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ഐഡിയ തോന്നുകയാണ് കേട്ടോ. ആ ഐഡിയ കൊള്ളാം, ഏതായാലും കലക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അച്ചമ്മേനെയാണ് കേട്ടോ. അപ്പോൾ അച്ചമ്മ ഇങ്ങനെ മുരിങ്ങയില ഇങ്ങനെ ഊരിക്കൊണ്ടിരിക്കുക. എന്നും മുരിങ്ങയില ഊരൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം തൊട്ടടുത്ത് പാറു വന്നിട്ട് പറഞ്ഞു, അതെ, രണ്ടുപേരുടെയും ശാന്തി മുഹൂർത്തം നടക്കാൻ വേണ്ടി ഒരാൾ സമ്മതം പറഞ്ഞിട്ട് മാത്രമുണ്ടോ? ആ ഒരു സമ്മതം മാത്രം അത് മതിയോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അതൊക്കെ മതി, അതൊക്കെ മതി, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ദേ, അതൊക്കെ കാത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നീണ്ടു പോവുള്ളൂ. രണ്ടുപേരുടെയും സമ്മതമൊക്കെ അതൊക്കെ അവർ പതുക്കെ സമ്മതിച്ചോളുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും. നീ പാറു ഒന്നും മിണ്ടാതിരിക്കുക. ഇന്ന് തന്നെ അവരൊന്നാവണം. ഇന്ന് തന്നെ അവരൊന്നായിട്ട് പെട്ടെന്ന് അവർക്കൊരു കുഞ്ഞുണ്ടാവണം. ആ കുഞ്ഞിനെ കാണാനുണ്ടല്ലോ ഞാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്നറിയാമോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നിട്ട്, അച്ചമ്മേ ചോറ് വെന്തൂട്ടോ, ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം തന്നെ നമ്മുടെ സച്ചി വന്നിട്ട്, അച്ചമ്മേ ഞാൻ പുറത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങ് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മ, എന്താ പറഞ്ഞത്? നീ പുറത്ത് പോവാന്നോ? എന്താന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിച്ചു. എന്താ അച്ചമ്മ ഇത്? അല്ല, ഇവളോട് പറഞ്ഞാൽ പുറത്ത് പോകത്തില്ലേ? രേവതി, ഞാൻ പുറത്ത് പോവാട്ടോ എന്ന് പറഞ്ഞ് പുറത്ത് പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും വേണ്ട, നീ പോകണ്ട എന്ന് അച്ചമ്മ പറഞ്ഞു. അതെന്താ അച്ചമ്മ ഞാൻ പോയാൽ? അതെ, ഇന്ന് രാത്രി ശാന്തി മുഹൂർത്തമാണ്, ദിവസവും സമയമൊക്കെ കുറിച്ച ദിവസം. മതി മനസ്സിലായേ, അത് രാത്രിയല്ലേ അച്ചമ്മേ, ഞാൻ പെട്ടെന്ന് തിരികെ വരും. ദേ, ഇവിടെ ഇരുന്ന് ബോറടിക്കുക അച്ചമ്മേ, പ്ലീസ് അച്ചമ്മേ. അതെ, ബോറടിക്കുന്നുണ്ടെങ്കിൽ നീ പോയി TV കാണുക, അല്ലെങ്കിൽ ഫോണിൽ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ പിന്നെ നിനക്ക് രേവതിയോട് സംസാരിച്ചിരിക്കാമല്ലോ. അതും അല്ലെങ്കിൽ ദേ, നീ ഇവിടെ കയറിയിരിക്കുക, ഈ കിണറ്റിൻ്റെ സൈഡിലിരുന്നോ, നമുക്ക് വർത്താനം പറയാം. എന്തൊക്കെ കാര്യങ്ങളാടാ കിടക്കുന്നത് പറയാൻ. എൻ്റെ അച്ചമ്മ, പ്ലീസ് അച്ചമ്മ, ഞാൻ വല്ലപ്പോഴും അല്ല ഇങ്ങോട്ടേക്ക് വരുന്നത്. എത്ര നാളായി കൂട്ടുകാരൊക്കെ ആയിട്ട് ഇച്ചിരി നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഞാനൊന്ന് പോയിട്ട് വരാം. ഓഹോ, അപ്പോൾ സുഹൃത്തുക്കളെ കാണാനാണോ നീ പോകുന്നത്? കൊള്ളാലോ. എടാ, ദേ, നിൻ്റെ ഇവിടുത്തെ സുഹൃത്തുക്കളെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, പറ്റിയ കൂട്ടങ്ങളാ. നിന്നെയും കൂട്ടി അവർ വേണ്ടാത്തടത്തൊക്കെ പോകും. അതൊന്നും ശരിയാവില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് നീ പോകണ്ട, നേരത്തെ കാലത്തെ നീ വീടെത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്ക് സച്ചി, എന്താ ഒന്ന് ഞാൻ പറയുന്ന കേക്കച്ചമ്മേ, ഞാനുണ്ടല്ലോ വേറെ എവിടെയും പോകില്ല. ദേ, ഞാനൊരു കാര്യം പറയട്ടെ, അച്ചമ്മയ്ക്ക് ഞാൻ കുടിക്കുന്നതാണോ പേടി? ഒരിക്കലും ഞാൻ കുടിക്കില്ല. ദേ, ഇവിടെ വന്നിട്ട് ഞാൻ കുടിച്ചോ? ഇല്ലല്ലോ. ദേ, ഞാൻ അപ്പുറത്തുണ്ട്, അവിടെ ഞാൻ അവരുടെ ഒപ്പം ഇരുന്നോളാം. ദേ, അച്ചമ്മ ഇവിടെ ഇരുന്ന് സച്ചീന്നൊന്ന് ഉറക്ക വിളിച്ചാൽ അതാ വരുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഓടിയെങ്കിൽ പോരില്ലേ? പ്ലീസ് അച്ചമ്മേ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ. അപ്പോഴത്തേക്ക് പാറുവമ്മ പറഞ്ഞു, അടുത്തല്ലേ പോകുന്നത്, വിട് കലാവതി അമ്മേ. അതെ പാറു, ഞാനല്ല പറയേണ്ടത്, അവൻ്റെ ഭാര്യ പറയണം. അല്ല, എന്താ രേവതി, അവൻ പൊക്കോട്ടെ എന്നാണോ നീ പറയുന്നത്? അതോ അവൻ ഇവിടെ ഇരിക്കണോ? നീ എന്താ പറയുന്നത് എന്നിങ്ങനെ രേവതിയോട് ചോദിച്ചപ്പോഴത്തേക്ക് സച്ചി രേവതിയുടെ മുഖത്ത് നോക്കിയിട്ട്, പ്ലീസ് സമ്മതിക്കുക, ഒന്ന് പൊക്കോട്ടെ, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം എന്നിങ്ങനെ പതുക്കെ രേവതിയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ഓരോ കോപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ സച്ചി അങ്ങനെ നിൽക്കുന്നു. അച്ചമ്മയാണെങ്കിൽ അതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെ അച്ചമ്മ ചോദിച്ചു, അല്ല, നിൻ്റെ മുഖം എന്താടാ ഒരു വശത്തേക്ക് കോച്ചിപ്പോയോ? നീ എന്തിനീ ഗോഷ്ടിയൊക്കെ ഇരുന്ന് കാണിക്കുന്നത്? അവൾ തീരുമാനിക്കും വിടണോ വേണ്ടോന്ന്. നീ ചോദിച്ചല്ല തീരുമാനിക്കേണ്ടത്, അവൾക്ക് മനസ്സുണ്ടെങ്കിൽ നിന്നെ വിടുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, അതെ, പോയിട്ട് വരട്ടെ അച്ചമ്മേ, എത്ര നേരം എന്ന് വെച്ചാൽ വീട്ടിൽ ഇരിക്കുക. ദേ, കേട്ടോ, അവൾ പറഞ്ഞു പൊക്കോട്ടെ എന്ന്. ഞാൻ പോട്ടെ അച്ചമ്മേ, അവൾ സമ്മതിച്ചില്ലേ? നിന്റെ ഭാര്യ സമ്മതിച്ച സ്ഥിതിക്ക് നീ പോയിട്ട് വാ. ദേ, പെട്ടെന്ന് വന്നില്ലെങ്കിൽ നിന്നെ തേടി ഞാൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ അറിയാലോ, എൻ്റെ കയ്യിൽ നല്ല വടിയുണ്ടാകും. ദേ, ഈ പ്രായമായിട്ട സമയത്തുണ്ടല്ലോ എന്നെ കൊണ്ട് നീ ഇതൊന്നും ചെയ്യിപ്പിക്കരുതെന്ന് പറഞ്ഞു. പെട്ടെന്ന് വരൂ അച്ചമ്മേ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് താങ്ക്സ് ഒക്കെ ഇങ്ങനെ നമ്മുടെ രേവതിയോട് പറയുകയാണ്. താങ്ക്സ് രേവതി, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി അങ്ങ് പോയി. അപ്പോഴത്തേക്കും നമ്മുടെ പാറൂട്ടിയമ്മ, ഇതെന്താ അവൻ തേങ്ങാന്ന് പറഞ്ഞിട്ട് പോയത്? എൻ്റെ പൊന്നു പാറുവമ്മേ, ദേ, അവൻ പറഞ്ഞത് നന്ദി, താങ്ക്സ്. കെട്ടിയോൾമാരോട് നന്ദി പറയണോ? അതിനെന്താ കുഴപ്പമിരിക്കുന്നത്? ഒരു കുഴപ്പമില്ല. രേവതി കണ്ടോ, അവൻ നിന്റെ കൈപ്പിടിയിലാകുന്നത് കണ്ടോ? ഇനി പിടിവിടരുത് കേട്ടോ, മുറുക്ക പിടിച്ചോണം എന്നിങ്ങനെ അച്ചമ്മ പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ രേവതി കുറച്ച് നാണമൊക്കെ വന്നിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ
നമ്മുടെ രേവതി ഫോണുമായിട്ട് വരികയാണ് അച്ഛനാന്നും പറഞ്ഞുകൊണ്ട്. രവീന്ദ്രൻ വിളിച്ചു. അപ്പം അച്ഛമ്മയുടെ കൈ കൊടുത്തു. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ, ഹലോ രവി, അതെ ഞാൻ നിന്നെ വിളിക്കാനിരിക്കുമായിരുന്നു, അപ്പോഴാ നീ വിളിച്ചത്. എന്താമ്മ വിശേഷം? പ്രത്യേകിച്ച് അതെ സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തത്തിൻ്റെ നാള് കുറിച്ചു. ഇന്നാ അത്? ആണോ? അല്ല, സച്ചി അതിന് സമ്മതിച്ചോ അമ്മേ? ഒരു വിധം ഞാൻ സമ്മതിപ്പിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു അവൻ കേൾക്കാതിരിക്കുമോ? ശരിയാ, അമ്മ പറഞ്ഞാലേ അവൻ കേൾക്കത്തുള്ളൂ. നേരത്തെ ഞാൻ ഇത് ചെയ്യേണ്ടതായിരുന്നു, നേരത്തെ അമ്മയുടെ അടുത്ത് വിട്ടാൽ മതിയായിരുന്നു. എന്താണെങ്കിലും എൻ്റെ പൊന്നു രവീന്ദ്ര, ഇവരെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിടത്തുള്ളൂ. മതി, ഏതായാലും കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങോട്ട് വിട്ടാൽ മതി. ഞാനും ചന്ദ്രയും കൂടെ നമ്മുടെ സുധിയുടെ കല്യാണം വിളിക്കാൻ വേണ്ടിയേ അവളുടെ നാട്ടിലേക്ക് പോവാ, ചന്ദ്രയുടെ നാട്ടിലേക്ക്. ഓ ആണോ? നാട്ടിലെത്തിക്കഴിഞ്ഞാൽ മിക്കവാറും അവളുടെ പൊങ്ങച്ചം കൂടും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊങ്ങച്ചമായിരിക്കും, ഫുള്ള് പൊങ്ങച്ചം. ഏതായാലും പുളുവടി കുറച്ച് കുറയ്ക്കാൻ പറയണം. ശരിയമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ഇതൊക്കെ കേട്ടോണ്ട് അവിടെ നിൽക്കുക കേട്ടോ. അപ്പം അച്ഛമ്മ പറഞ്ഞു, മോളെ കേട്ടോ, രവീന്ദ്രനെ സന്തോഷം. അവൻ്റെ സന്തോഷം കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ ഒരുപാട് സങ്കടം നിറഞ്ഞ ജീവിതമാണ്, പക്ഷേ അവനിപ്പോഴേ ഈ സന്തോഷമൊക്കെ ഉണ്ടാവണത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഏതായാലും നമ്മുടെ രേവതി അതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ രവീന്ദ്രനെയാണ് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര വന്നിട്ട് കല്യാണക്കത്തൊക്കെ എടുത്തു വെച്ചോ? കൊടുക്കേണ്ടവരുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ടേ. എല്ലാം എഴുതിയിട്ടുണ്ട്, ഇനിഷ്യൽ സഹിതം എഴുതിയിട്ടുണ്ട്. അല്ല, കൊടുക്കേണ്ടത് നിന്റെ സ്വന്തക്കാർക്കാണല്ലോ. ഇനിയിപ്പം കഴിഞ്ഞ തവണത്തെ പോലെ ആവരുത്. കഴിഞ്ഞ തവണ നിന്റെ സ്വന്തക്കാരുണ്ടല്ലോ വഴക്കുണ്ടാക്കിയില്ലേ? അയ്യോ, പിന്നെ നിങ്ങളുടെ സ്വന്തക്കാർ വലിയ മാന്യന്മാരാണല്ലോ. എൻ്റെ ബന്ധുക്കൾ ഭയങ്കര എന്താ പറയുക, ദുഷ്ടന്മാരും കൊള്ളരുതാത്തവരും ഒക്കെ ആണല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അല്ല നിന്റെ ചിറ്റപ്പനെങ്ങാണ്ടല്ലേ കഴിഞ്ഞ വിവാഹത്തിന് വന്ന് ഒരു വഴക്കൊക്കെ ഉണ്ടാക്കിയത് കള്ളു കുടിച്ചിട്ട്? ഓ പിന്നെ കള്ളു കുടിക്കുന്നത് അതത്രയ്ക്ക് വലിയ മോശമായ കാര്യമൊന്നുമല്ല. പിന്നെ 1-2 പേര് പ്രശ്നക്കാരാണെന്ന് കരുതി എൻ്റെ കുടുംബത്തിനെ അങ്ങ് മൊത്തം ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പതുക്കെ നമ്മുടെ സുധി ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, വന്നല്ലോ സമ്പന്നൻ. എന്ത് ചെയ്യാനാ, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതുപോലെയുള്ള കുറേ മണ്ടന്മാരാണല്ലോ നിൻ്റെ കുടുംബത്തിലുള്ളത്. വിദ്യാഭ്യാസമല്ല വേണ്ടത്, മനസാക്ഷി, അതുപോലെ തന്നെ പല കാര്യങ്ങൾ വേണം. ഇനിയിപ്പോൾ ആളുകൾ നമ്മളെ നോക്കി ചിരിക്കും, കാരണം ഇപ്പോൾ രണ്ടാമത് പോയി കൊടുക്കുകയാണല്ലോ കല്യാണക്കുറി എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഓടിപ്പോയവനെ പെണ്ണിനെയും കൊണ്ടാ വന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ അവളും പറ്റിച്ചു, പെണ്ണുമില്ല, വിടക്കോഴിയില്ല, പൈസയില്ല, ഇപ്പം ആളുകൾക്ക് ചിരിക്കാൻ വേണ്ടി മാത്രം. എന്തിനാ രവിയേട്ട അതൊക്കെ ഇപ്പം പറയുന്നത്? അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ. എൻ്റെ മോൻ അതൊക്കെ മറന്നു, വീണ്ടും അതൊന്നും ഓർമ്മപ്പെടുത്തരുതെന്ന് പറഞ്ഞ് നമ്മുടെ സുധീനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക ചന്ദ്ര. അപ്പോഴത്തേക്ക് രവി പറഞ്ഞു, അതെ അത് അവൻ മറന്നു കാണും, പക്ഷേ ഈ നാട്ടുകാരും ബന്ധുക്കളും ഒന്നും മറക്കുമൊന്നുമില്ല. അല്ല, എന്താ ഇപ്പം രവിയേട്ടൻ പറഞ്ഞു വരുന്നത്? ആരെയും കല്യാണം വിളിക്കണ്ടായെന്നാണോ? അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല. പറയാനുള്ളത് ഞാനങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ, ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഏതായാലും നീ തർക്കിച്ചുകൊണ്ട് നിൽക്കാതെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സുധി അവിടെ നിൽക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ക്ഷണിച്ചോ? അയ്യോ ഇല്ലച്ചാ, ഞാൻ ക്ഷണിക്കുന്നില്ല. അതെന്താ നീ ക്ഷണിക്കാത്തത്? അച്ഛനിപ്പോൾ പറഞ്ഞത് തന്നെ കാരണം. വെറുതെ എന്തിനാ എല്ലാവരുടെയും മുമ്പിൽ നാണം കെടേണ്ട കാര്യം? അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അപ്പം ബോധം ഉണ്ടല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്ക് സുധി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരുമാണ്. അപ്പോൾ സച്ചിയുടെ കൂട്ടുകാരും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം സച്ചിയുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് ചൂണ്ടയിടാൻ പോയാലോ? വേണ്ട, ചൂണ്ടയിടേണ്ട കാര്യമൊന്നുമില്ല. അല്ല, മിക്കവാറും ചൂണ്ടയിട്ടാൽ മീനൊന്നും കിട്ടത്തില്ലായിരിക്കും. അവൾ ഈ കുളത്തിൽ വീണാലോ എന്ന് പറയുമ്പോഴത്തേക്കും, അവൾ കുളത്തിൽ വീണാലെന്താ, നിനക്കവളെ തൊടാൻ പറ്റിയില്ലേ എന്നിങ്ങനെ ചോദിച്ചു. നീ എന്താ ഈ പറയുന്നത്? എടാ ഇതൊക്കെ കല്യാണം കഴിഞ്ഞ് രാത്രി നടക്കേണ്ട കാര്യം. ഇപ്പം ശാന്തി മുഹൂർത്തം, എന്താടാ നീ വൈകിച്ചതെന്ന് വേറൊരു കൂട്ടുകാരൻ സച്ചിയോട് ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, എടാ എനിക്ക് കുറേ കടമുണ്ടടാ, കാറിൻ്റെ CC അടയ്ക്കണം. എന്തൊക്കെ കടമാണെന്നറിയാമോ? പെണ്ണും പെടക്കോഴിയായിട്ട് സെറ്റ് ആവില്ലടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പെട്ടെന്ന് കാറിൻ്റെ കാര്യം ഓർത്തത്. അയ്യോ ഇപ്പോഴാണ് ഞാൻ കാറിൻ്റെ കാര്യം ഓർത്തത്. ഒന്ന് വിളിക്കട്ടെ എൻ്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞ് നേരെ കൂട്ടുകാരനെ വിളിക്കുകയാണ് കേട്ടോ. കാറ് കൊടുത്ത കൂട്ടുകാരനുണ്ടല്ലോ. അങ്ങനെ കാറ് കൊടുത്ത കൂട്ടുകാരനെ വിളിച്ചു. അപ്പം കാറ് കൊടുത്ത കൂട്ടുകാരൻ കാറൊക്കെ തുടച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ഫോൺ കോൾ കണ്ടപ്പോഴത്തേക്കും എടുത്തിട്ട് എന്നാടാ സച്ചിന്ന് ചോദിച്ചു. അതെ, നീ കാറിൻ്റെ CC അടച്ചായിരുന്നോ? ഇല്ലടാ, അടച്ചില്ലടാ. അടയ്ക്കാടാ. ഇതുവരെയായിട്ട് നീ അടച്ചില്ലേ? അതിപ്പം പ്രശ്നമാവില്ലടാ. നീ ടെൻഷൻ ആവണ്ടെന്നേ, ഞാൻ അടച്ചോളാം. പിന്നെ
നീ പേടിക്കുമൊന്നും വേണ്ട. ശോ എടാ എനിക്ക് പേടിയാടാ, കാറിൻ്റെ കാര്യമായതുകൊണ്ട് എനിക്ക് പേടിയാ. നീ എന്താ അടയ്ക്കാതിരുന്നത്? അല്ല നീ ഓടുന്നില്ലേ? ഓടുന്നൊക്കെ ഉണ്ടടാ, കുറച്ച് പേരും കൂടെ പൈസ തരാനുണ്ട്. എടാ ഞാൻ നിന്നെ വിളിച്ചോളാം, എനിക്കൊരു ട്രിപ്പ് പോകാനുണ്ടെന്ന് പറഞ്ഞ് ആ കൂട്ടുകാരനും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും വേറൊരു കൂട്ടുകാരൻ സച്ചിയോട് വന്ന് പറഞ്ഞു, ഓ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ കടം വാങ്ങിയ കല്യാണം കഴിക്കുന്നത്. ഇവിടെ ഇത്ര നാളൊരുത്തൻ ബ്രഹ്മചാരിയായിട്ട് നടന്നത് കടം കാരണമാണെന്ന്, ഇപ്പം നടക്കുന്നതും കടം കാരണമാണെന്ന്. ഓ ഇതെന്തുവാടാ, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് മാത്രമേ പറയാനുള്ളൂ എന്നിങ്ങനെ നമ്മുടെ സച്ചി ചോദിച്ചു. അപ്പോഴത്തേക്കും കൂടെ നിന്ന ഒരാൾ പറഞ്ഞു, കൂട്ടുകാരൻ പറഞ്ഞു, മനസ്സിലാവുന്നുണ്ട്, ഇന്ന് ശാന്തി മുഹൂർത്തം അല്ലേ, പോടാ അടിച്ചു പൊളിക്കടാന്നൊക്കെ പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചിക്കൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, രസിക്കുന്നൊന്നുമില്ല. അപ്പം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രനെ തന്നെയാണ്. അങ്ങനെ രവീന്ദ്രൻ സുധിയോട് പറഞ്ഞു, അതെ ജോലി കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ ചുറ്റിക്കറങ്ങുമൊന്നും ചെയ്യണ്ട, ഞങ്ങൾ പോവുക, മര്യാദയ്ക്ക് ഇവിടെ വന്നിരുന്നോണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതെ നീയല്ലേ ഫുഡും കാര്യമൊക്കെ സെറ്റപ്പ് ആക്കുന്നത്, അല്ല അവർക്ക് നേരത്തെ വല്ല പൈസയും കൊടുക്കണോ? ഹേയ് അതൊന്നും വേണ്ട, എല്ലാം കഴിഞ്ഞിട്ട് പൈസ കൊടുത്താൽ മതി എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ചന്ദ്രനെ വിളിക്കുക, എടി വാടി മതിയുടെ ഒരുങ്ങിയതെന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വന്നിട്ട് സച്ചിയുടെ കാറിലല്ലേ നമ്മൾ പോകുന്നത്, അത് പോരെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, ഓഹോ ഇപ്പം നിനക്ക് സച്ചിയുടെ കാർ വേണോ അല്ലേ, ഏതായാലും കൊള്ളാം, ഏതായാലും അങ്ങനെ അതിൽ പോകണ്ട നീ, മഹേഷ് ഓട്ടം പോയേക്കുക, നമുക്ക് ഓട്ടോയിൽ പോയാൽ മതി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും സുധീനെ കണ്ടപ്പോഴത്തേക്കും രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ ജോലിക്ക് പോകുന്നില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും സുധി അത് പിന്നെ ഒന്ന് പതറി ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, നീ ഏതോ ഒരു ജോലിക്ക് പോകുന്നുണ്ടല്ലോ, അതിന് പോകുന്നില്ലേന്ന് അച്ഛൻ ചോദിച്ചത്. അത് പിന്നെ ഓഫീസ് ആവശ്യത്തിന് പുറത്ത് പോകണം, കുറച്ച് ലേറ്റായിട്ട് എത്തിയാൽ മതി എന്നിങ്ങനെ കള്ളം പറഞ്ഞു. അപ്പോഴത്തേക്കും ചന്ദ്ര രവീന്ദ്രനോട് പറഞ്ഞു, അതെ നിങ്ങൾ എന്തിനാ അവനെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്, അവൻ പൊക്കോളും, നിങ്ങൾ ഇങ്ങ് വന്നേ, നമുക്ക് ഇറങ്ങിപ്പോകാം, ഇനി സമയം പോയി, ഓട്ടോ ഇപ്പം വരില്ലേ എന്ന് പറഞ്ഞു. ഓട്ടോ വിളിച്ചാൽ പോകുന്നത്. അങ്ങനെ അങ്ങ് പോയി. പിന്നെ നമ്മുടെ ശ്രീകാന്തും അതുപോലെ തന്നെ സുധി മാത്രമേ ആ വീട്ടിലുള്ളൂ. ശ്രീകാന്തിന് നമ്മുടെ സുധീനെ കണ്ടിട്ട് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ട്. ജോലിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്തിന് ഏകദേശം കാര്യങ്ങളൊക്കെ പിടികിട്ടി. കാരണം വേറെ ഒന്നുമല്ല, ആ ഒരു പരിങ്ങലും സുധിയുടെ ആ ഒരു നിപ്പൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ ഇതുണ്ടെന്ന്. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചമ്മയാണ്. അപ്പോൾ അച്ചമ്മയാണെങ്കിൽ ശാന്തി മുഹൂർത്തത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുമല്ലോ. അപ്പം ബെഡൊക്കെ ഇങ്ങനെ പൂത്തൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുകയാണ്. അപ്പോഴത്തേക്കും പാറു കുറേ പൂക്കളും പലഹാരങ്ങളും ഒക്കെ ആയിട്ട് വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ കലാവതി ചോദിച്ചു, അല്ല നീ എല്ലാം മേടിച്ചോടി, പൂക്കളും പലഹാരവും ഒക്കെ മേടിച്ചോന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, പിന്നില്ലാതെ ഞാൻ എല്ലാം മേടിച്ചിട്ടല്ലേ വന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ, ആഹാ നിനക്ക് എന്നെക്കാളും ഉത്സാഹം ഉണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഏതായാലും ഈ സമയത്താണ് നമ്മുടെ സച്ചിയും കൂട്ടുകാരനും കൂടെ മുറ്റത്ത് വന്ന് നിൽക്കുന്നത്. അപ്പം സച്ചി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, ഊര് ചുറ്റി വന്നോ എന്നിങ്ങനെ അച്ചമ്മ ചോദിച്ചു. അപ്പോഴത്തേക്ക് ഈ ബെഡൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, ഈ അച്ചമ്മയ്ക്ക് വേറെ ജോലിയില്ലേ, ഈ കിടക്കയൊക്കെ എന്തിനെടുത്ത് കൊട്ടുന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും കൂട്ടുകാരൻ പറഞ്ഞു, പാവം പഴയതാ ക്ലീൻ ചെയ്യുന്നത്, പുതിയത് മേടിക്കായിരുന്നു. നീ എന്താ ഈ പറയുന്നത്, എന്തിനാ പുതിയത്? ഒന്നും അറിയാത്ത കള്ളനെ പോലെ നിൽക്കല്ലേ, എന്ത് ഇത് നീ എന്താ ഈ പറയുന്നത്? ഇന്ന് വിശേഷ ദിവസമല്ലേ, ഇന്ന് ശാന്തി മുഹൂർത്തമല്ലേ, നീ അത് മറന്നുപോയെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും, ഓഹോ അതെന്തിനീ കിടക്ക, ഇങ്ങനെ ഒരു പൊട്ടനായി പോയല്ലോ നീ, എന്തുവാടാ സച്ചി ഇത്, നിന്നെ സമ്മതിക്കണം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി, എന്താ ഇത്, ഈ അച്ചമ്മയുടെ ഒരു കാര്യം നാട്ടുകാർ കണ്ട എന്ത് വിചാരിക്കും. അപ്പോഴത്തേക്കും കൂട്ടുകാരൻ, എനിക്ക് പെണ്ണ് കിട്ടാഞ്ഞിട്ട്, നിനക്ക് പെണ്ണ് കിട്ടിയിട്ട് എന്തിനാടാ നീ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്, എൻ്റെ പൊന്ന് സച്ചി നീ വലിയൊരു തോൽവിയാ, ഏതായാലും നീ ചെല്ല്, അത് രാത്രി എൻജോയ് ചെയ്യാൻ നോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും, പോടാ ഇവനൊക്കെ എന്തറിഞ്ഞിട്ടാ ഈ കിടന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ ബൈക്ക് എടുത്തോണ്ട് അങ്ങ് പോയി കേട്ടോ. പിന്നെ നമ്മുടെ സച്ചി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി അവിടെ നിന്നിട്ട് ഇതൊക്കെ കണ്ടിട്ട്, അയ്യേ ഈ അച്ചമ്മയ്ക്ക് ഒരു നാണവും മാനവും ഇല്ലല്ലോ എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞിട്ട് അച്ചമ്മയുടെ അടുത്ത് പോയി ചെന്നു. എന്നിട്ട് ആ ബെഡിൽ അങ്ങോട്ട് കിടന്നിട്ട്, എന്തിനാ അച്ചമ്മ ഈ കിടക്ക വൃത്തിയാക്കുന്നത് എന്നിങ്ങനെ ചോദിച്ചു. അതൊക്കെയുണ്ട്, നീ പോയി ഭക്ഷണം കഴിക്കുക, അതെ നീ ഈ കിടക്ക എടുത്ത് മുറി കൊണ്ട് വെക്കണം കേട്ടോടാ. ഞാൻ ഈ കിടക്കയോ എന്തിന്? നിന്നോടല്ലേടെ പറഞ്ഞു ഇത് മുറി കൊണ്ടുവയ്ക്കാൻ എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചി അതും പൊക്കിക്കൊണ്ട് മുറിയിലേക്ക് പോകുമ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ നിൽപ്പുണ്ട്. രേവതി ഒരു കള്ളച്ചിരിയോടൊക്കെ കൂടിയാട്ടോ അവിടെ നിൽക്കുന്നത്. രേവതിയുടെ കള്ളച്ചിരി കണ്ടപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, എന്താ നീ ചിരിക്കുന്നതെന്ന് ചോദിച്ചു.
ഒന്നുമില്ല, ചുമ്മാ ചുമ്മാ ചിരിച്ചാന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും രണ്ടുപേരും ചെറിയ മുഖമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവർ ചെറിയ ചിരിയൊക്കെ ആയിട്ട് അങ്ങ് കയറിപ്പോയി. അപ്പം പിന്നെ കാണിക്കുന്ന സീൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശ്രീകാന്ത് ഭയങ്കരമായിട്ടും വേഷം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിച്ച് പഞ്ചറാക്കണമല്ലോ ശ്രീകാന്തിനെ, ഫോട്ടോ അയച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ഒരു വിധത്തിൽ തലയിൽ കെട്ടൊക്കെ കെട്ടി കുറച്ച് എന്താ പറയുക കളറൊക്കെ വാരി ഇവിടെയൊക്കെ തൂത്ത് ഒരു അടി കൊണ്ട മട്ട് രൂപമാക്കിയിട്ട് നേരെ എടുത്ത് ഫോട്ടോ നമ്മുടെ വർഷയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അയച്ചു കൊടുത്ത ആ ഒരു ഫോട്ടോ കണ്ട് നമ്മുടെ വർഷ ഞെട്ടി കേട്ടോ. വർഷ പെട്ടെന്ന് തന്നെ ഫോൺ വിളിച്ചിട്ട്, അയ്യോ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, അവനെപ്പോൾ ഇടിച്ച് പഞ്ചറാക്കിയില്ലേ, എന്നെ കൂടെ ഒന്ന് വിളിക്കായിരുന്നു, ഒരടി എനിക്കും കൂടെ ഒന്ന് കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും, ഹേയ് അതിനൊന്നും ഇനി സമയം കിട്ടിയൊന്നുമില്ല, ഞാൻ അവനെ ഇടിച്ച് പരിപ്പിളക്കി. അവൻ്റെ കൂടെ കുറേ ഗ്യാങ്ങൊക്കെ ഉണ്ടായിരുന്നു, ഒന്നും ഞാൻ നോക്കിയില്ല, ഞാൻ ഒരൊറ്റയാൾ മതിയായിരുന്നു, എല്ലാത്തിനും ഇടിച്ച് പഞ്ചറാക്കി എന്നൊക്കെ പറഞ്ഞ് പുളുവടിച്ചങ്ങ് വിട്ടു. ഏതായാലും നമ്മുടെ വർഷയ്ക്ക് വലിയ സന്തോഷമായി. വർഷ പറഞ്ഞു, നിങ്ങൾ ബെസ്റ്റ് ഷെഫ് മാത്രമല്ല, നിങ്ങൾ ഈ ലോകത്തിലെ എൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ്. ഇപ്പം നിങ്ങളിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഉണ്ടല്ലോ കെട്ടിപ്പിടിച്ചിട്ട് ഹഗ് ചെയ്തിട്ടൊരു ഉമ്മ തന്നേനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്ത്രീക്ക് ചെറിയൊരു നാണമൊക്കെ വന്നു കേട്ടോ. ഏതായാലും സ്ത്രീയോട് ചോദിച്ചു, അതെ നിങ്ങൾ സത്യത്തിൽ എവിടെയാണ് നിങ്ങളുടെ റെസ്റ്റോറൻറ്റ്, കറക്റ്റ് റൂട്ടൊന്ന് പറയാൻ പറഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് റൂട്ട് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം പറഞ്ഞു കൊടുത്തിട്ട്, അതെ ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് വരട്ടെ, ഇപ്പം അങ്ങോട്ടേക്ക് വന്നിട്ട് നിങ്ങളെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാനായിരുന്നു, ഞാൻ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അയ്യോ വേണ്ട വേണ്ട വേണ്ട, ഞാനതിന് അവിടെ ഇല്ല, ലീവാ, അവനെ ഇടിച്ചതിൻ്റെ ക്ഷീണമുണ്ട്, അതുകൊണ്ട് ഞാനിന്ന് വീട്ടിൽ റെസ്റ്റ് എടുക്കുക. ആണോ, എന്നാൽ ശരി, ഇന്ന് ഞാൻ വരുന്നില്ല, റെസ്റ്റ് എടുക്കുക, ഞാൻ പിന്നെ വിളിക്കാം എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. അങ്ങനെ ആ ഒരു സീനും കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ചാന്തി മുഹൂർത്തം ഇങ്ങ് അടുക്കാറായി. ചാന്തി മുഹൂർത്തം നാളെ കാണിക്കുമോ മറ്റന്നാൾ കാണിക്കുമോ എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ ഇനിയിപ്പം. ഏതായാലും കാത്തിരിക്കാം. ഇനിയിപ്പം ചാന്തി മുഹൂർത്തം കാണണം. ഇനിയിപ്പം നമ്മൾ നാളെ കഴിഞ്ഞും വെയിറ്റ് ചെയ്താൽ പറ്റില്ല, തിങ്കളാഴ്ച വരെ പോകണമെന്നാണ് തോന്നുന്നത്. നമുക്ക് ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ശുഭദിനമൊക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.